ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കർണാടക എൻട്രൻസ് എക്സാമായ സെറ്റിന് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റ് ആയിട്ട് അപേക്ഷകൻ്റെ SLC സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ KA സെറ്റ് 2024 എന്നാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ഓപ്പൺ ആയി വരുന്ന പേജിൽ KA കോമൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ 2024 എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. സൈറ്റിൽ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിൻ ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായി നെക്സ്റ്റ് വരുന്ന പേജിന്റെ ഏറ്റവും താഴെയായിട്ട് രജിസ്റ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് ബോർഡിന്റെ SSLC പാസ്ഔട്ടായ വ്യക്തിയാണോ എന്നതാണ്. കേരളത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇവിടെ നോ എന്നാണ് നൽകേണ്ടത്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഏത് ബോർഡിന്റെ SLC എക്സാമിനേഷൻ ആണ് പാസ്ഔട്ട് ആയതെന്നാണ്. കേരളത്തിന്റെ ആണെങ്കിൽ കേരള എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. ശേഷം 10th റോൾ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേജിന്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ആപ്ലിക്കന്റിന്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് നൽകാനുള്ള ഭാഗമാണ് പിന്നീട് വരുന്നത്. ആപ്ലിക്കന്റിന്റെ പേര്, SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ജെൻഡറും അതുപോലെ തന്നെ SSLC പാസ്ഔട്ടായ വർഷവും കൃത്യമായിട്ടൊന്ന് നൽകുക. ആപ്ലിക്കന്റിന്റെ ഫാദർ നെയിം SLC ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ മദർ നെയിമും SLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. എൻ്റെ സാറ്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സാം എഴുതിയവരാണെങ്കിൽ മാത്രമാണ് സാറ്റിന്റെ ഡീറ്റെയിൽസ് നൽകേണ്ടത്, മാൻഡേറ്ററി അല്ല. പേജിന്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് മാൻഡേറ്ററി അല്ല. എട്ടാമത്തേതിൽ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ, അതായത് PUC 12th സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ പാസ്വേഡ് ഫോർ 8 മിനിമം ക്യാരക്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പൽ, നമ്പർ വരുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ് നൽകേണ്ടതാണ്. ഈ ഒരു പാസ്വേഡ് തന്നെ വീണ്ടും എൻ്റർ, അതായത് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. പാസ്വേഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം നൽകിയിരിക്കുന്ന എല്ലാ വിവരം കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം പേജിന്റെ ഏറ്റവും താഴെയായിട്ട് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ സൈറ്റിൽ കാണിക്കുന്നതാണ്. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ശേഷം സൈറ്റിലെ ഹോം പേജിൽ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ നമ്പറും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. അപേക്ഷകന്റെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൃത്യമായി കൊടുത്തതിന് ശേഷം ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓൾറെഡി മുൻപ് കൊടുത്തിരുന്ന വിവരങ്ങളൊക്കെ സൈറ്റിൽ വരുന്നതാണ്. ഇതിൽ ജെൻഡറും അതുപോലെ തന്നെ അപേക്ഷകന്റെ സ്റ്റേറ്റും അതുപോലെ അപേക്ഷകന്റെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, അഡ്രസ് ഡീറ്റെയിൽസ്, പിൻകോഡ്, അതുപോലെ റെസിഡന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റെസിഡൻഷ്യൽ വിവരങ്ങളും, റിലീജിയൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിലീജിയണൽ ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ടൊന്ന് നൽകേണ്ടതാണ്. മദർ ടങ് എന്നുള്ള ഓപ്ഷനിൽ മലയാളം ഓപ്ഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ
അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു അലേർട്ട് മെസ്സേജ് വരുന്നതാണ്. അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡു യു ക്ലെയിം സീറ്റ് അണ്ടർ NRI വാർഡ് എന്നുള്ള ഓപ്ഷൻ ആണ്. NRI വാർഡിലാണെങ്കിൽ മാത്രമാണ് യെസ് നൽകേണ്ടത്, ഇല്ല എങ്കിൽ നോ എന്ന് നൽകാവുന്നതാണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് സ്റ്റഡീഡ് ഇൻ കർണാടക ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. അതായത് കർണാടകത്തിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എത്ര വർഷം പഠിച്ചിട്ടുണ്ട് എന്നതാണ്. പഠിച്ചിട്ടില്ല എങ്കിൽ അവിടെ 0 എന്ന് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ബോർഡ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ കൃത്യമായിട്ട് കേരള എന്നുള്ള ഓപ്ഷൻ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ബോർഡ് 12th ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും കേരളത്തിൽ പഠിക്കുന്നവർ കേരള എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. ഇതുപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും വായിച്ച് ഒന്ന് നോക്കിയതിനു ശേഷം യെസ് ആണോ നോ ആണോ എന്നുള്ളത് നൽകാവുന്നതാണ്. കൂടുതലായിട്ടും ഇതിൽ കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്ഷൻസിനും നോ എന്ന് തന്നെയാണ് നൽകേണ്ടത്. ഓരോ ഓപ്ഷൻസും കൃത്യമായിട്ട് വായിച്ച് നോക്കിയതിനു ശേഷം യെസ് ഓർ നോ ടിക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കർണാടക ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് 12th രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 12th കംപ്ലീറ്റ് ചെയ്യുന്ന ഇയർ ചോദിച്ചിട്ടുണ്ട്. കറണ്ട് ഇയറിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 2024 എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഡു യു കംപ്ലീറ്റഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഓപ്ഷനിൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഔട്ട്സൈഡ് കർണാടക എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ +2 സ്കൂൾ ഓർ കോളേജിന്റെ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എയ്ഡഡ് കോളേജ് എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഡിഡ് യു അപ്പിയർ നീറ്റ് എക്സാം, മുൻപ് എക്സാം എഴുതിയിട്ടുണ്ടോ എന്നാണ് നീറ്റിന്റെ. ഉണ്ടെങ്കിൽ എസും ഇല്ല എങ്കിൽ നോ എന്നും നൽകേണ്ടതാണ്. അതിനുശേഷം പേജിന്റെ താഴെയായിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അലേർട്ട് മെസ്സേജ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകന്റെ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഇതിനായിട്ട് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കുറേ വിവരങ്ങൾ നോ വന്നിട്ടുണ്ടാവും. ഡു യു വാണ്ട് ടു ക്ലെയിം റിലീജിയസ് മൈനോറിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ മുസ്ലിം കാറ്റഗറികൾക്ക് മാത്രമാണ് മൈനോറിറ്റി റിസർവേഷൻ കിട്ടുക. മൈനോറിറ്റി കാറ്റഗറി ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നൽകേണ്ടതാണ്. ഇല്ല എങ്കിൽ നോ എന്ന് നൽകാവുന്നതാണ്. ശേഷം ഡു യു വാണ്ട് ടു ക്ലെയിം ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നോ എന്ന് നൽകാവുന്നതാണ്. ആർ യു എ സൺ ഓർ ഡോട്ടർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ മൈഗ്രന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡിഫോൾട്ടായിട്ട് നോ എന്ന് വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം തൊട്ട് താഴെ സെന്റ് ജോൺസ് റിസർവേഷൻ ക്ലെയിം ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും നോ എന്ന് നൽകാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് NCC, സ്പോർട്സ്, ഡിഫൻസ്, എക്സ് സർവീസ് അങ്ങനെ എന്തെങ്കിലും കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണോ എന്നതാണ്. ഇതിനും ആണെങ്കിൽ എസും അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നോ എന്നും കൃത്യമായിട്ട് നൽകാവുന്നതാണ്. അതിനുശേഷം പേജിന്റെ താഴെയായിട്ടുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓരോ സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യുന്ന സമയത്തും കൃത്യമായി സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക. സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ സ്റ്റഡി ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. മാൻഡേറ്ററി ആയിട്ട് 10th +1 +2 ഡീറ്റെയിൽസുകൾ നൽകാവുന്നതാണ്. മാൻഡേറ്ററി ആയിട്ട് 10th ഡീറ്റെയിൽസും +2 ഡീറ്റെയിൽസും ഒന്ന് നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ കൊടുത്തതുപോലെ തന്നെ അപേക്ഷകൻ പാസ് ഔട്ടായ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാസ് ഔട്ടായ ഇയറും ബോർഡും എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിമും നൽകിയതിനു ശേഷം ആഡ് സ്റ്റഡി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകുക. അതിനുശേഷം സേവ് കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂവേഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന NRI വാർഡ് ഡീറ്റെയിൽസിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. NRI ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഇത് റീഫണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപേക്ഷകന്റെ പേര്, അതായത് അക്കൗണ്ട് ഹോൾഡറുടെ പേര്, ആപ്ലിക്കന്റെ പേര് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ബാങ്കിന്റെ നെയിമും ബ്രാഞ്ചിന്റെ പേരും IFSC കോഡും അക്കൗണ്ട് നമ്പറും ഇതേ സെയിം അക്കൗണ്ട് നമ്പർ തന്നെ ഒന്നുകൂടി റീ എൻറ്ററും ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന്
ക്ലിക്ക് ചെയ്ത് നൽകി പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അപേക്ഷകന്റെ SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ സിഗ്നേച്ചറും, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. SSLC സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിലും മറ്റുള്ള ഡോക്യുമെന്റുകൾ JPG ഫോർമാറ്റിലുമാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ 50 KB കുറവായിട്ടും സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്താൽ മാത്രമാണ് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുക. ഡോക്യുമെന്റുകൾ കൃത്യമായിട്ടൊന്ന് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക. ഡോക്യുമെന്റ് അറ്റാച്ച് ആവുന്നതിനനുസരിച്ച് താഴെ ഇങ്ങനെ ഫയലിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. സിഗ്നേച്ചർ മാക്സിമം ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ ഇടാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സിഗ്നേച്ചറും കറക്റ്റായിട്ട് സൈസ് ആക്കിയതിനു ശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് തന്നെ അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് സൈറ്റിലേക്ക്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കൃത്യമായിട്ട് സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തമ്പ് ഇംപ്രഷനും കൃത്യമായിട്ട് തമ്പിന്റെ ഇംപ്രഷൻ വരുന്ന ഇമേജ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇമേജിന് ക്ലാരിറ്റി കുറവാണെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അറ്റാച്ച് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റുകളും ക്ലാരിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാവുന്നതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷനും 50 KB കുറവായിട്ടാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. നെക്സ്റ്റ് നൽകേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന കോഴ്സിന്റെ എക്സാം സെന്ററിന്റെയും വിവരങ്ങളാണ്. അപേക്ഷകൻ നഴ്സിംഗ് കാറ്റഗറിക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായ നഴ്സിംഗ് വരുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഓപ്ഷൻസ് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സിംഗിൾ കാറ്റഗറി, നഴ്സിംഗ് ഓപ്ഷൻ വരുന്ന സിംഗിൾ കാറ്റഗറിക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. കാറ്റഗറി സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. അപേക്ഷ സമർപ്പിച്ച കോഴ്സിന്റെ ഡീറ്റെയിൽസും ഫീ ഡീറ്റെയിൽസും സൈറ്റിൽ വരുന്നതാണ്. നഴ്സിംഗ് കാറ്റഗറിക്ക് 2500 രൂപയാണ് ഫീ പേയ്മെന്റ് വരുന്നത്. പേജിന്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിനു ശേഷം എക്സാം സെന്റർ സെലക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ സെന്റേഴ്സ് അവൈലബിൾ അല്ല. സൈറ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സെന്റർ ഏതാണോ ആ ഒരു സെന്റർ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. 2 സെന്റേഴ്സ് ആണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത്. സെന്റേഴ്സ് കൊടുത്തതിന് ശേഷം സൈറ്റിൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻ കോപ്പി എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഫോം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫോമിൽ വരുന്നതാണ്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. എല്ലാ വിവരങ്ങളും ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന പേജ് ഈ ഒരു പേജാണ് വരിക. ഇതിൽ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എമൗണ്ട് പേ ചെയ്ത് നൽകാവുന്നതാണ്. പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ആക്റ്റീവ് സെക്ഷനിലേക്കാണ് വരിക. QR കോഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ QR കോഡിന്റെ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ QR കോഡിന്റെ ഓപ്ഷൻ എനേബിൾ ആണ്. ഏത് വാലറ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു വാലറ്റിൽ സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താവുന്നതാണ്. പേയ്മെന്റ് നടത്തിയതിനു ശേഷം വീണ്ടും പേജിലേക്ക് തന്നെ റീകൺവേർട്ട് ആയിട്ട് വരുന്നതാണ്. അതല്ല എങ്കിൽ വീണ്ടും സൈറ്റിൽ ഒന്ന് ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം അപേക്ഷ സമർപ്പിച്ചതിന്റെ പ്രിന്റ് ഔട്ട് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. പേയ്മെന്റ് അടച്ചതിന്റെ റെസിപ്റ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം എസ് കൊടുക്കുക, ഇല്ല എങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് നോ എന്ന് നൽകാവുന്നതാണ്. ഓപ്പണായി വരുന്ന പേജിൽ ഏറ്റവും താഴെയുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ഏറ്റവും താഴെയായിട്ട് പ്രിന്റ് ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട്, അതായത് ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.